അല്ലേ? പിന്നെ ഞാൻ മാർക്ക് ചെയ്യാൻ തുടങ്ങിയ മാർക്ക് ചെയ്യാൻ സ്ഥലം ഇടാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോ നീ എത്തി അവിടെ, അതെന്റെ ചോദിച്ചാ. 5-6 വർഷമായി. ഞാനും 5-6 വർഷമായി. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സെർവർ കളിച്ച് സെറ്റായി വരുമ്പോ അടുത്ത സെർവറിൽ പോകുമ്പോ അവിടെ മാപ്പ് വേറെ അടുത്ത സ്ഥലത്തായിരിക്കും. അത് നീ ശ്രദ്ധിച്ചിട്ടില്ല? ഈ സിറ്റിയിൽ വേറെ സ്ഥലത്താ ലീജിയൻ സ്ക്വയർ. ആ ആണ്. നീ കത്തിപ്പോയല്ലേ? 5-5 4. ഹലോ വന്നല്ലേ? ആ ഈ സിറ്റിയിൽ ഞങ്ങള് കളിച്ചോണ്ടിരുന്ന മറ്റേ TKRP സിറ്റിയും സ്വർഗരാജ് സിറ്റിയിലൊക്കെ ലീജിയൻ സ്ക്വയർ പലേറ്റോടെ സൈഡിലായിരുന്നു. ആ സൈഡായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് മാറിയത്. പെട്ടെന്നപ്പോ നമുക്ക് ഇങ്ങനെ മാപ്പിന്റെ പേര് പറയാൻ നമുക്ക് കൺഫ്യൂഷൻ വരും പെട്ടെന്ന്. അതാ എന്താ നിങ്ങളൊക്കെ തമാശയായിട്ടാണോ വിചാരിക്കണേന്നൊക്കെ? ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ പറയണേ. ഞാൻ വേണ്ടേ നിനക്ക് ഒന്നും ലോഡ് പോലും ആണല്ലോ. നീ മറ്റേ തെറിച്ചെറിച്ചൊക്കെയാ പോണത്. വാറെല്ലാം വഴുവാന്ന് വണ്ടി ഓടിക്കാതെ പുറയിലെ മൂലയ്ക്ക് വെടിവെക്കായിരുന്നു മതി കേട്ടാ. കൂടെ കളിക്കുന്നവർ നല്ല സ്പെക്കുള്ളവര് പോലും മൂഞ്ചിപ്പോവും. അതാ പറഞ്ഞത്, വണ്ടി ഓടിക്കുകയും ചെയ്യരുത്. തുടരുത്. ഈ ആ വണ്ടി കൊള്ളലോടോ, അതാരുടെ വണ്ടി? ഇതെന്ത് സാധനം കിടക്കുന്നേ? ചന്ദ്ര, നീ ആ പഴയ പരിപാടി വീണ്ടും തുടങ്ങിയല്ലേ? ചന്ദ്ര, പീഡി വണ്ടി എടുത്ത് ഗ്യാങ് ഹൗസിൽ കൊണ്ടിട്ടോ നീയാണോ? ഓ അകത്തുണ്ടല്ലേ ആള്? സോറിടാ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം. നീ ഇടയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ അത് നീയാ ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ മിസ്റ്റേക്ക് ഹായ് സാർ, എല്ലാവർക്കും ഹായ് സാർ. ഹായ് സാർ, നന്നായിട്ട് പോകുന്നു. അയ്യോ ബോഡി ഗണ്ണെടുത്ത് സാർ, അത് നമുക്ക് ഇൻസൈഡ് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ളതുപോലെ. അപ്പൊ ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അവനങ്ങനെ തോക്കൊക്കെ ആയിട്ടാണ്. സോറി സാറെ പറഞ്ഞു. സാറേ, ഞാൻ സാറിനെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു സാറേ. കാരണം എന്താ പറയാ, കുറച്ച് ദിവസമായിട്ട് പീഡിയും ടിവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് വൾഗറായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതെ, അത് വന്ന് പറയണമെന്ന് തോന്നി. അത് ആരുടെ സൈഡ് ന്യായീകരിച്ച് പറയണമെന്നല്ല, അത് ഇങ്ങനെ പോണതിൽ താല്പര്യമില്ല സാറേ. അതാണ് വാസ്തു എനിക്കുള്ളത്. ഓക്കെ, അതായത് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ ആരുടെ സൈഡ് നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിച്ചോണ്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അങ്ങനെ ഒരു ടോക്ക് എനിക്കും താല്പര്യമില്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഈഗോ കൂട്ടത്തേ ഉള്ളൂ സാറേ. മറ്റേയാളുടെ ശരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, അത് ഒരിക്കലും നിക്കത്തില്ല. ഓക്കെ, അത് കണ്ടു ചിരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും. അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാനും അതിനെ മുതലെടുക്കാനും കുറെ വ്യക്തികൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമുക്ക് അതിനോടൊരു താല്പര്യം. അപ്പോ അത് ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് തീർക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ വന്നത്. അതിന്റെ കൂടെ വേറൊരു സംഭവം കൂടെ. അവിടെ നിന്ന് ഞങ്ങള് ആ ഒരു ഏരിയ വിട്ടു. ഓക്കെ, അപ്പൊ അത് വിട്ടപ്പോഴത്തേക്ക് നമ്മൾ ആ ഏരിയയിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ അങ്ങ് വിടുകയാണ്. അതിനകത്തുണ്ടായതും അവിടെ വെച്ച് നടന്നിട്ടുള്ളത് എല്ലാ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങ് മറന്നു. ബാക്കിയുള്ള മീൻസ് നമ്മളെ എന്തോ കണ്ണാപ്പി ഒരു കാര്യം ചെയ്ത് അവിടെ പോയി മെമ്പേഴ്സ് മെമ്പർ ചന്ദ്രനൊക്കെ നിൽക്കുന്ന പോലെ അവിടെ പോയി അവരുടെ ചന്ദ്രനാണ് എല്ലാത്തിലും സംസാരിക്കാൻ. അല്ല, അവനെ നമ്മള് കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി കേട്ടോ സാർ. അത് എന്താ വെച്ചാ ഭയങ്കര ഇറസ്പോൺസിബിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ അകത്തൊക്കെ ഈ പണിഷ്മെന്റ് സസ്പെൻഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു ചെറിയ സസ്പെൻഷൻ. ബാബുവാണ് നമ്മുടെ പുതിയ കോഹ്ലിയുടെ. ഇല്ലേ, കുറച്ചു പേര് എന്നാണ് സാറേ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ മറ്റേ പണി നടക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ മുകളിൽ തൂക്കിക്കിടന്ന് പെയിന്റ് അടിക്കാൻ കണ്ടില്ലേ? അല്ല, ഞങ്ങളുടെ അവിടെ പണിക്കാർ ആരും നോക്കിയിട്ടില്ല. ആക്ച്വലി ഉണ്ടല്ലോ, പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് പുള്ളി ജോലിക്ക് പോകുന്ന ഒരു മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് കൺസിഡർ ചെയ്താണ്. ആൾക്കാരെ പറ്റിച്ചും കട്ടുമൊന്നും ജീവിക്കുന്ന കള്ളനല്ല പുള്ളിക്ക് അന്തസ്സായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി അതൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പോലും.
ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സാർ പുള്ളി പറ, സാർ ഇടയ്ക്ക് പറഞ്ഞു. വന്നപ്പോഴത്തേക്ക് മറ്റേ സ്കൂള് തുറന്നപ്പോഴത്തേക്ക് സപ്പോർട്ടീവ് ആയിട്ട് സ്കൂളിന്റെ ടീച്ചറായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തായിരുന്നു. അതെ നല്ല മനുഷ്യനാ സാർ. എല്ലാ നമ്മളിപ്പോ അങ്ങനെ ഈഗോ ഒന്നും ഇല്ല മനസ്സില്. എന്നുവെച്ചാൽ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ആ പുള്ളിയെ നമുക്ക് വേണ്ടി ചെയ്തു തരും അത്. വളരെ പൊളൈറ്റ് ആണ് പുള്ളി ആക്ച്വലി അതെ സംസാരിക്കുന്ന രീതി യെസ് 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 എല്ലാം. യെസ് യെസ്. കാരണം മലയാളം പുള്ളിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം പ്രോപ്പർ ആയിട്ട് പുള്ളി നമ്മളെ പോലെ മീൻസ് ഇപ്പൊ ഞാൻ അടുത്തൊരു പുള്ളിയുടെ ഫോട്ടോ ഇത് വ്യത്യാസമാണല്ലോ, സ്ലാങ് വ്യത്യാസമാണല്ലോ. എന്നിട്ട് പോലും പുള്ളി വളരെ എൻകറേജ് ആയിട്ട് മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അതെ ചെയ്യുന്നുണ്ട്. അതെ 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 അതെ. ഓക്കെ അപ്പൊ സാർ പറഞ്ഞു. അപ്പൊ സാറേ ഞാൻ എനിക്ക് കുറച്ച് കാര്യം പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഈ കണ്ണാപ്പി പോലത്തെ വാണപ്പന്മാരൊക്കെ പീഡിക്ക് റെസ്പെക്ട് കൊടുക്കാതിരിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ചും പീഡിയുടെ സൈഡിൽ നിന്നും ആ സംഭവം ഉണ്ട്. അപ്പൊ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിന്റെ അടുത്തും ആ ഒരു ബിഹേവിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ എന്റെ സൈഡ് മാത്രം ഓക്കെയാണ്. നമ്മൾ കിടലോ ആയതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഏത് ഓഫീസിനെ കണ്ടാലും സാറേന്ന് വിളിച്ച് സംസാരിക്കുള്ളൂ. ഈവൻ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആയാലും ഞാൻ സാറേന്ന് വിളിച്ച് തന്നെ സംസാരിക്കാറ്. പക്ഷെ ചില സമയത്ത് ചന്ദ്ര ഒരു മിനിറ്റ്, ചില സമയത്ത് ആക്ച്വലി നമുക്കത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടാറില്ല. അത് ഞാനിപ്പോ ഓരോരുത്തരും എടുത്തത് പേരൊന്നും പറയാനില്ല സാർ. മുമ്പ് സാറ് പറഞ്ഞതുപോലെ പേര് പറഞ്ഞത് വ്യക്തിഹത്യ ചെയ്യുന്നത് പോലത്തെ ഇതാവും. അപ്പൊ ചില സാറുമാർക്ക് ആക്ച്വലി ഇതിനകത്ത് നമ്മള് ഇപ്പൊ ഗ്യാങ്ങുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള സാറുമാരുണ്ടാവാം. അങ്ങനത്തെ കുറച്ച് സാറുമാർക്ക് ഇത് ഒരു എന്താ പറയാ ഗ്യാങ്ങും പീഡി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തോ ഒരു ഗ്യാങ് വേഴ്സസ് ഗ്യാങ് സിറ്റുവേഷൻ എന്നുള്ള ഒരു രീതിയിൽ കൺസിഡർ ചെയ്ത് സിറ്റിസൺസിന്റെ അടുത്തും നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്തും ബിഹേവ് ചെയ്യണ ഒരു രീതിയുണ്ട്. ആ രീതി ആക്ച്വലി അത് കുറച്ച് ഇത് ചെയ്യണം സാർ. കാരണം എല്ലാ ഗ്യാങ്ങിലും എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ നിങ്ങൾക്ക് റെസ്പെക്ട് തരണം എന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സാറിനെ പോലത്തെ ഓഫീസേഴ്സിനൊക്കെ നമ്മളത് അറിഞ്ഞു തരുന്നുണ്ട് സത്യം പറഞ്ഞ. അപ്പോ എന്താ ഈ ഫാമിലിയിലെയും അങ്ങനത്തെ എല്ലാ മെമ്പേഴ്സും ഇത് ഈ പറയണത് പോലെ അങ്ങനത്തെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് അത് കിട്ടണമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഈ സംസാരമുണ്ട്. ഞാൻ അതുകൊണ്ട് കണ്ണാപ്പിയുടെ പേര് ആദ്യമേ എടുത്തു പറഞ്ഞത്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാറ് എന്തായാലും നോക്കണം. ഞങ്ങളിപ്പോ ഒരു പുതിയൊരു സംഭവം ഇപ്പൊ പീഡിക്കകത്ത് ഇപ്പൊ റീസെന്റ് നടന്ന കുറെ കാര്യങ്ങള് ഏതോ ഒരു പീഡി കാരണമായിട്ടാണ് നമുക്ക് ഇത്ര ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ 10-25 ഓഫീസേഴ്സ് കാഷ്വാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പീഡി എന്തെങ്കിലും പറയുന്നതിന്റെ റീസൺ കാരണമായിരിക്കും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ 2-3 സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പുതിയ റൂള് ഇന്റേണലി ഞങ്ങളൊരു റൂള്, അതൊരിക്കലും സിറ്റി സൈഡിൽ നിന്ന് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത റൂൾ അല്ല, ഞങ്ങൾ തന്നെ ഒരു റൂള് ഇനിഷ്യേറ്റ് ചെയ്തു. അതായത് ഏതെങ്കിലും ഒരു സിറ്റിസൺ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ബിസിനസ്മാൻ ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള ആയിക്കോട്ടെ ഫാമിലി ഉള്ള ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അവരെന്തെങ്കിലും വന്ന് എന്തെങ്കിലും റൂഡായിട്ട് പെരുമാറുകയോ റൂൾസ് വയലേറ്റ് ചെയ്യുക അതൊരു പീഡി ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് എന്നോടോ ഞാൻ അവൈലബിൾ ആണെങ്കിൽ എന്നോടോ അതല്ലെങ്കിൽ എന്റെ തൊട്ട് താഴെയുള്ള ഓഫീസേഴ്സോ ഹയർ ഓഫീസറിനോടോ വന്ന് കംപ്ലൈന്റ് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഞങ്ങൾ ആ ഓഫീസറിനെ സസ്പെൻഡ് ചെയ്യും. ഓക്കെ, സസ്പെൻഡ് ചെയ്ത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്യും. ആ ഇൻസ്റ്റൻസ് മുതൽ അയാള് ഗിൽറ്റി അല്ല എന്ന് അയാള് പ്രൂവ് ചെയ്യണം. അയാൾക്ക് 2 ദിവസം സമയമുണ്ട്. അയാൾക്ക് എന്ത് പ്രൂഫും കൊണ്ട് കാണിക്കാം. കാരണം എല്ലാവരുടെ കയ്യിലും ബോഡി ക്യാംസ് ഉള്ളതാണ്. അയാൾ അത് ചെയ്തിട്ടില്ല. കാരണം നമുക്കിപ്പോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചില സിറ്റിസൺസ് ഇത് വെച്ച് മുതലെടുക്കും. ഓക്കെ, ചെയ്യാത്ത കുറ്റം ചില ഓഫീസറിന്, പക്ഷെ ചിലത് കറക്റ്റ് ആയിരിക്കും, വാലിഡ് ആയിരിക്കും ആ ഓഫീസർ ചെയ്ത കാരണം. അപ്പോൾ അയാൾ അത് പ്രൂവ് ചെയ്യുക. ഒരു കമ്മീഷൻ നമ്മൾ എൻക്വയറി കമ്മീഷൻ ഇട്ട് കഴിഞ്ഞാൽ അയാൾ പ്രൂവ് ചെയ്യുക. അയാൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണോ പണിഷ്മെന്റ് അതങ്ങ് പോകും. അപ്പൊ സാറ് സിറ്റിയിലെ ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പീഡിയയിൽ കളിക്കുന്ന എല്ലാവർക്കും ബോഡി ക്യാം മസ്റ്റ് അല്ലേ? ബോഡി ക്യാംസ് ഉണ്ട് എല്ലാവർക്കും. അത് അലൗഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് അങ്ങോട്ട് പറയാം. ഓക്കെ, എന്ത് കാര്യം ഏതെങ്കിലും ഒരു ഓഫീസർ അതിപ്പോ ചില സമയത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റോഡിൽ കൂടെ പോവുകയായിരിക്കും, ഏതെങ്കിലും ബാങ്കോ വല്ലയിടത്തും റോബറി നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഓഫീസർ അവിടെ അകത്തൊരു ഹോസ്റ്റേജ് ഇരിപ്പുണ്ട്, അയാൾക്ക് റെസ്പെക്ട് കൊടുക്കാതെ ആ റോബേഴ്സിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഭയങ്കര വാക്കുകർക്കുമായിരിക്കും. ഓക്കെ, അകത്തിരിക്കുന്ന ഹോസ്റ്റേജിന്റെ കാര്യം പോലും ശ്രദ്ധിക്കാതെ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഈ റോൾ ഇങ്ങനെ അറിയാവോ, ഇങ്ങനെയാണ് റൂള് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്റ്റേജിന്റെ വാല്യൂ കൊടുക്കാതെ നിന്ന് സംസാരിക്കുന്ന ഒരു ഓഫീസറിനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാം. നല്ല കാര്യമാണ് സാർ, നല്ല കാര്യമാണ്. ഓക്കെ, കാരണം നമുക്ക് ഇപ്പം റീസെന്റ് വരുന്ന എല്ലാ ഇഷ്യൂസും ഞങ്ങൾ മോണിറ്റർ ചെയ്തു. ഇവിടുത്തെ കുറെ ഫാമിലീസ് ഞങ്ങൾ നോക്കിയായിരുന്നു. ഒന്ന് TVA, പിന്നെ ഒന്ന് ഇവിടുത്തെ KVA, SRRA, CID,
അപ്പോൾ ഈ ഒരു 4 ഫാമിലിയെ ഞങ്ങള് ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിർത്തി സംസാരിക്കാൻ വേണ്ടി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. KV എന്ന് കാണാൻ പറ്റിയില്ല. ആദ്യം വിളിച്ചത് നിങ്ങളായിരുന്നു. കാരണം നമുക്കിപ്പം റീസെന്റ് ആയിട്ട് 3-4 ഇഷ്യൂസ് ഉള്ളത് നിങ്ങളായിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് അനലൈസ് ചെയ്തപ്പോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങളായത്, അല്ലാതെ വേറൊരു ഗ്രഡ്ജോ അതല്ലാതെ വേറെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയോ ഒന്നും നമ്മൾ തമ്മിൽ ഇല്ല. ആക്ച്വലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തോ ഒരു 1-2 ആളുകൾ കാണിക്കുന്നത് കാരണം അപ്പുറത്തുള്ള ഒരു കംപ്ലീറ്റ് ആളുകളും ഇപ്പുറത്തുള്ള ഒരു 10-20 എണ്ണവും തമ്മിൽ ഒരു ഈഗോ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ അത് എനിമിറ്റി ഉണ്ടാകുന്നു. അതിന്റെ ഗ്രഡ്ജ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി വേറെ തലത്തിലോട്ടൊക്കെ എത്താൻ തുടങ്ങിയത്. തൊട്ടാനും പിടിച്ചതിനെല്ലാം അതൊരു അടി എന്നൊരു മെത്തേഡിലോട്ട് മാത്രം, സംസാരം എന്നൊരു സാധനം 0% ആയി മാറി. കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനം 0 ആയി. അവിടെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തോക്കെടുത്ത് അടിയുള്ളത്. അപ്പൊ നമ്മള് ഈ തോക്കെടുക്കുന്നതിന് ഉൾപ്പെടെ ഞങ്ങൾ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളാണ്. അവർക്ക് ഇനി അനാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിനും അങ്ങനെ ഇറങ്ങിപ്പോയി ഒരു, കാരണം നമുക്കൊരു ഹയറാർക്കി ഉണ്ട് പീഡിക്കകത്ത്. ആ ഹയറാർക്കി കീപ്പ് ചെയ്ത് തന്നെ ഇനി അങ്ങോട്ട് പോകും. അതായത് ഒരാള് പറഞ്ഞാ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അവിടെ നല്ല കാര്യമാ, സീരിയസ് ആയിട്ട് പറയാൻ ഇവരത് അക്സെപ്റ്റ് ചെയ്തൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. കാര്യം എന്താന്ന് പറഞ്ഞിട്ട് ഈവൻ ദോ 2 സൈഡിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവര് സംസാരിക്കാൻ ഇത് കാണിച്ചല്ലോ, അത് വലിയ കാര്യമാണ്. റെസ്പോൺസിബിൾ പേഴ്സൺസ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് വേണം. ഉറപ്പായിട്ടും സാർ. ഞാൻ പറയാലോ, ഞങ്ങൾക്ക് അങ്ങനെ പീഡിയുടെ അടുത്ത് അങ്ങനെ റിവലറി ഒന്നുമല്ല സാർ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയാം, എന്റെ സൈഡിൽ കംപ്ലീറ്റ്ലി നീറ്റ് എന്നുള്ളതല്ലേ, ടിവിയുടെ സൈഡിൽ എല്ലാവരും ഭയങ്കര ഡീസെന്റ് ആയിട്ട് സംസാരിച്ചു, അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഈ സിറ്റുവേഷൻ ട്രിഗറായിട്ട് മാക്സിമം ഉള്ള, അതായത് കണ്ണാപ്പി അവിടെ നിന്ന് കുണ്ണത്തരം കാണിച്ച് അടിച്ച് തിരിക്കുവേ. അപ്പൊ ഇത് ഇങ്ങനെ കുറെ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കാനും ഈ പറയുന്ന സാറ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ട് ഓഫ് ആയി. അത് പറഞ്ഞാൽ ഈ കഴിഞ്ഞ സിറ്റുവേഷനിലാണ് ഞാൻ സത്യം പറഞ്ഞ പീഡിയായിട്ടൊരു സിറ്റുവേഷൻ ഇത്രയും ദിവസത്തിൽ ഇന്നലെ ആയിരുന്നു ഞാൻ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ പോലും അങ്ങനെ ഗണ്ണെടുത്ത് അങ്ങനെ പെട്ടെന്ന് പീഡിയെ കാണുമ്പോൾ എടുത്ത് അടിക്കാറില്ല സാർ. പക്ഷെ ഇന്നലെ ഞങ്ങൾ അത് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലായിപ്പോയി ഇന്നലെ. ഞങ്ങൾക്ക് അങ്ങനെ ഗ്രഡ്ജ് ഒന്നുമില്ല. ടിവിയുടെ സൈഡിൽ നിന്ന് ഇനി അങ്ങനെ വന്ന് പീഡിയെ ഇന്റൻഷനലി ചൊറിയാന്നുള്ളൊരു സംഭവം വരാതെ ഞാൻ നോക്കിക്കോളാം സാർ. അപ്പോൾ